നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സംഗതി നടന്നിരിക്കണം. രാജു, പറയൂ സർ, ഞാൻ എന്തു വേണം? ആദ്യത്തെ പ്ലാനിൽ നമുക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ നമുക്കൊരു സെക്കൻഡ് പ്ലാൻ ഉണ്ടാവണം. അതിൽ തീരണം എല്ലാം. അതെന്താണെന്ന് ഞാൻ പറയാം, നീ ശ്രദ്ധിച്ചു കേക്ക്. യെസ്, ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. നീ ഒരു കാര്യമറ്റ അത് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊരു നിസ്സാര കാര്യമല്ല, വളരെ വളരെ സ്പെഷ്യലാ. നടന്നില്ല എന്നൊരു വാക്ക് നീ എന്നോട് പറയാൻ പാടില്ല. ഇല്ല സർ, ഞാനിത് നടത്തിയിട്ടേ ഇനി സാറിനെ വിളിക്കൂ. ഓക്കെ സർ. ശരി. പരീക്ഷ എഴുതാൻ കഴിയാത്ത വിഷമത്തിൽ ദർശനയും രൂപേഷും തിരികെ എത്തുമ്പോൾ കാണേണ്ട കാഴ്ച സുമംഗലയുടെ ശവമായിരിക്കണം. അതോടുകൂടി രൂപേഷിന്റെ സമനില തെറ്റും. അങ്ങനെ സംഭവിച്ച പിന്നെ ദർശനയെ ഇല്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. പരീക്ഷ തുടങ്ങും മുമ്പ് അവൾ അറിയണം സുമംഗല മരണക്കിടക്കയിലാണെന്ന്. ആ നിമിഷം എല്ലാം വലിച്ചെറിഞ്ഞ് അവൾ ഓടി വരും സുമംഗലയെ കാണാൻ. ആ നിമിഷത്തിൽ അവളെയും തീർക്കണം. മോനെ, നിങ്ങൾ അവിടെ എത്തിയോ? ഞങ്ങളിവിടെ എത്തിയമ്മേ. ദർശന എവിടെ? ഇവിടെയുണ്ട്, ഞാൻ കൊടുക്കാം. അമ്മയാ. ഹലോ അമ്മേ, ആഹാരമൊക്കെ കഴിച്ചോ? സമയത്തിന് മരുന്ന് കഴിക്കാൻ മറക്കല്ലേ. മോൾ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നാളത്തെ പരീക്ഷയുടെ കാര്യം മാത്രം ഓർത്താ മതി. മറ്റൊന്നും ഓർക്കാതെ ഇന്ന് രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങി നാളെ നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അമ്മയും അച്ഛനെയും മനസ്സിൽ പ്രാർത്ഥിച്ച് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുത്. മോളുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരും. ശരി ഒരു മിനിറ്റ്. അമ്മേ, ഇവിടെ ഒരാൾക്ക് വന്നത് മുതൽ ടെൻഷനാ. അതെ, ഈ കരയിൽ പിടിച്ചിട്ട മീനിന്റെ അവസ്ഥയാ. ആളിവിടെ ആണെങ്കിലും മനസ്സ് മൊത്തം അവിടെയാ. മോൻ വേണം ദർശനയ്ക്ക് ധൈര്യം കൊടുക്കാൻ. അല്ല, നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, എനിക്കൊരു ടെൻഷനും ഇല്ല. ഇല്ലേ? ഇല്ല എന്നല്ല, ചെറിയൊരു ടെൻഷനുണ്ട്. ഈ പരീക്ഷ എഴുതുന്ന ദർശനയാണെങ്കിലും എന്റെ കയ്യും കാലും വിറയ്ക്കുന്നത്. പിന്നെ അരുൺ സാർ ഇന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാ. അല്ലെങ്കിൽ ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ വരുമായിരുന്നോ? ഒന്നിങ്ങി നിന്നേ. അമ്മേ, ഒരു മിനിറ്റ്. അമ്മേ, അമ്മയോട് ഞങ്ങളോടൊപ്പം വരാൻ പറഞ്ഞതല്ലേ? അമ്മയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പകുതി ടെൻഷൻ കുറഞ്ഞേനെ. മോളെ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. എല്ലാം ദൈവം വിചാരിക്കുന്നത് പോലെ നടക്കും. ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കാനുള്ളതൊക്കെ നടക്കും. മോളെ, പരീക്ഷാ സെന്റർ
നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് തന്നെയല്ലേ? ആ അതെ അമ്മേ, ഒരു 10 മിനിറ്റ് യാത്ര ചെയ്യേണ്ട ദൂരമേ ഉള്ളൂ. നിങ്ങൾ അവിടെ എത്തിയതല്ലേ ഉള്ളൂ. നിങ്ങൾ റെസ്റ്റ് എടുക്ക, അമ്മ പിന്നെ വിളിക്കാം. ശരി അമ്മേ, ബൈ. ശരി. എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓഫീസിലിരുന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട്. എതിയേട്ടാ, ഈ ഓഫീസും കാര്യങ്ങളും മാത്രമല്ല ജീവിതം. ഭർത്താവിനോടൊപ്പം പുറത്തേക്കൊരു യാത്ര പോവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഏത് ഭാര്യ ആഗ്രഹിക്കാത്തെ? നീ എന്നോടൊപ്പം ഒരു യാത്രയും ചെയ്യാത്ത പോലെയാണല്ലോ നിന്റെ സംസാരം. ഈ വീട്ടിൽ മിനി തിയേറ്റർ ഒന്നുണ്ടല്ലോ. ആ തിയേറ്ററിൽ ഓടുന്ന പടങ്ങളൊന്നും അതിൽ കാണാൻ പറ്റില്ലല്ലോ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ അടുത്ത് 2 മാളുകളുണ്ടല്ലോ. എന്നിട്ടും 20 കിലോമീറ്റർ ദൂരെയുള്ള തിയേറ്ററിൽ തന്നെ ഷോ ബുക്ക് ചെയ്ത് എന്തിനാ? അതിന്റെ കാരണക്കാരി ഞാനാ അങ്കിളെ. ആ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാ, അതുകൊണ്ടാ. പിള്ളേർ ആഗ്രഹിച്ചല്ലേ എതിയേട്ടാ, 10 മണിക്ക് മുന്നേ ഇങ്ങ് മടങ്ങി വന്നൂടെ? അതെ അതെ. പ്ലീസ് അങ്കിളെ. ദേ പാവം വീണ, അവൾ അവളുടെ അമ്മാവനോടല്ലാതെ ആരോട് പറയാനാ? അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവൾക്ക്. നീ ചെന്ന് ഏട്ടത്തെ കൂടി വിളിക്കേ. ഞങ്ങള് വിളിച്ചു അങ്കിളെ, അപ്പച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ ശരി, എല്ലാരും പോറടി ആയിക്കോ. താങ്ക് യു അങ്കിൾ. താങ്ക് യു അങ്കിളെ. വാ വാ. ഇതുവരെ സാറിനെ കാണാത്തതിൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ടെൻഷൻ എന്തിന്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ദർശന, ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ദർശനെ പോലെ ഒരുപാട് പേര് നാളത്തെ എക്സാം എഴുതാൻ വേണ്ടി ഈ നഗരത്തിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരുടെ എല്ലാം ലക്ഷ്യം ജയിക്കുക എന്നത് മാത്രമാണ്. ദർശനയുടെ മനസ്സിൽ അവരെക്കാൾ മുന്നിലെത്തണം എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടാകാവൂ. ഞാനിതൊക്കെ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന സാറേ, പക്ഷേ എന്നാലും ദർശനയ്ക്ക് ടെൻഷനാ. ദർശന, ഒരു ഓട്ട മത്സരത്തിൽ ഓടാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ. ജയിക്കുന്ന ആ ഒരാളെ തീരുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. എന്നെ കൊണ്ട് അതിന് കഴിയുമോ സർ? അല്പം മുമ്പ് ഞാൻ സൈമൺ സാറുമായി സംസാരിച്ചു. സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. എന്തൊരു നല്ല മനുഷ്യനാ. 1 മണിക്കൂറോളം അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അദ്ദേഹം എന്നെക്കുറിച്ച് സാറിനോട് എന്താ പറഞ്ഞത്? ദർശനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ചിത്രം മാത്രമേ സാറിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്റെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹം എന്നോട് പറഞ്ഞത് പല അക്കാഡമിയിലുമായി അദ്ദേഹം ഇതുവരെ കണ്ടിട്ടുള്ള എത്രയോ സ്റ്റുഡൻസിനേക്കാൾ ഒരുപാട് മുകളിലാണ് തന്റെ ഉള്ളിലെ ഫയറെന്ന്. അദ്ദേഹത്തിനത് മനസ്സിലായി.